ഏതാനും ചില സ്പാർക്കുകളുടെ കൈമാറ്റമാണ് ഇത് മുഖേന ഉദ്ദേശിക്കുന്നത്. ആ വൈജ്ഞാനികമായ കിരണങ്ങളെ കൂടുതൽ പ്രഫുല്ലമായി പ്രശോഭിതമായി വളർത്തേണ്ടതും വികസിപ്പിക്കേണ്ടതുമൊക്കെ നിങ്ങളാണ്. വളരെ പരിമിതമായ സമയമാണുള്ളത്. കുറച്ച് പോയിന്റുകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില സൂചനകളാണ് നൽകുന്നത്. ഒന്നാമത്തേത്, അല്ലാഹുവിൻ്റെ ഭൂമിയിലെ പ്രതിനിധികളാണ് നാം എന്നാണ് നമ്മുടെ വിശ്വാസം. ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ പ്രാതിനിധ്യം അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നിർവഹിച്ച് വരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സവിശേഷ സൃഷ്ടികളായ മനുഷ്യർ, അവർക്ക് രണ്ട് തരം അസ്തിത്വങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായി മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഉള്ളതുപോലെയുള്ള ശാരീരികമായ അസ്തിത്വം, ജൈവികമായ അസ്തിത്വം. മറ്റൊന്ന്, മനുഷ്യന് മാത്രം പ്രത്യേകമായ ആത്മീകമായ അസ്തിത്വവും. ഈ ആത്മീകമായ അസ്തിത്വത്തെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മനുഷ്യന് അറിവും അഭ്യാസവും അള്ളാഹു പകർന്നേകിയത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ അവൻ്റെ മാറ്റം എന്ന് പറയുന്നത് അവന് ബൗദ്ധികമായ ചിന്താശേഷിയും അക്ഷരജ്ഞാനവും ഉണ്ടായി എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത ഖുർആൻ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടാക്കാനുള്ള അഭ്യാസം ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പ്രദാനിച്ചു. രണ്ടാമത്തേത്, ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ, മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംവേദനം നടത്താനുള്ള ക്ഷമത പകരുകയും ചെയ്തു. ലോകത്ത് ഭാഷയും അക്ഷരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം ചെയ്യുന്ന ഏക ജന്തുവർഗം, ജീവവർഗം എന്നുള്ള പ്രത്യേകതയാണ് അള്ളാഹു മനുഷ്യന് നൽകിയത്. സ്വാഭാവികമായി ഈ ആശയം കൊണ്ടും അറിവ് കൊണ്ടുമുള്ള മികവിനല്ലാത്ത മറ്റൊരു മികവിനും ഒരിക്കലും ഒരു ശാശ്വതീകത്വം അല്ലെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടാകുവാൻ യാതൊരു നിവൃത്തിയുമില്ല. ലോകത്ത് നാം നിരീക്ഷിച്ചാൽ, ചരിത്രമാകട്ടെ നമ്മുടെ അനുഭവമാകട്ടെ, ശാരീരികമായ മേന്മകൾ, കായിക മികവുകൾ, സാമ്പത്തിക മികവുകൾ, സാങ്കേതിക മികവുകൾ തുടങ്ങിയവ ഒരു ഘടകം കൊണ്ടും ഒരു സമൂഹത്തിനും ഒരു പരിധിയിലധികം പിടിച്ചു നിൽക്കാനോ അത്തരം വ്യക്തികൾക്ക് അവരുടെ പ്രശസ്തിയും അവരുടെ പ്രസക്തിയും ഒരിക്കലും അവിടെ നിലനിർത്തുവാനും കഴിഞ്ഞിട്ടില്ല. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കായിക താരങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ. 35-40 വയസ്സാകുമ്പോഴേക്ക് അവരുടെ സാധ്യത ഇല്ലാതെയാവുകയാണ്. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സൗന്ദര്യത്തിൻ്റെ ബലത്തിൽ ലോകത്തെ അവരിലേക്ക് ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ, ഒരു 10-40 വയസ്സാകുമ്പോഴേക്ക് അവരും അപ്രസക്തരാവുകയാണ്. ഒരു 60-70 വയസ്സാകുമ്പോഴേക്ക് അവർ ആർക്കും വേണ്ടാത്തവരാവുകയാണ്. മില്യൺ കണക്കിന് രൂപയ്ക്ക് വിറ്റുപോകുന്ന സിദ്ധികളാണ് അവരുടെ യൗവനകാലത്ത് അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കരവിരുത് കൊണ്ടും കാൽ വിരുത് കൊണ്ടും 2 കൊല്ലം നിങ്ങളുടെ സർവീസ് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും കാശ് തരാം. അങ്ങനെയാണ് ക്ലബ്ബുകൾ വിലക്കെടുത്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ അവർ പിന്നെ വേസ്റ്റാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഞങ്ങളുടെ ക്ലബ്ബുകൾ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവിക്കുകയാണ്. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ നമ്മളൊക്കെ പണ്ടേ കേട്ടതും പറയുന്നതും 2 കാര്യങ്ങൾ മാത്രമാണ് പഴകും തോറും വീര്യം കൂടുന്നത്.
ഒന്ന് അറിവും, മറ്റൊന്ന് മുന്തിരിച്ചാറ്. മുന്തിരിച്ചാർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ വീഞ്ഞാണ്. അത് പഴകം തോറും അതിൻ്റെ വീര്യം വർദ്ധിക്കും. അതേപോലെ അറിവും, സ്വാഭാവികമായി അറിവ് എന്നുള്ളത് ബുദ്ധിയുടെ ഒരു വിഭവമാണ്. അതാണ് നമ്മുടെ വിഷയം. മനുഷ്യന്റെ മാറ്റ് അക്ഷരജ്ഞാനവും ആശയജ്ഞാനവുമാണെന്ന അടിസ്ഥാനപരമായ തത്വത്തെ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തത്വത്തെ നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. സ്വാഭാവികമായി ഈ അറിവ് കൊണ്ട് ലോകത്തെ അടയാളമുണ്ടാക്കിയ മഹാരഥന്മാർ, അതും ഭൗതികമായ അല്ലെങ്കിൽ കേവല ഭൗതിക മാത്രമായ അറിവ് കൊണ്ടുള്ള പ്രസക്തിയും അതിനും ശാശ്വതികത്വം ഉണ്ടാവുകയില്ല. അതിനേക്കാളും മികച്ച ഒരു അറിവ് വരുമ്പോൾ പഴയ അറിവ് തിരുത്തപ്പെടുകയാണ്, അത് ചരിത്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അതേസമയം ആത്മീക നിബദ്ധമായ അറിവുകൾ, മതഭൗതിക സമന്വയം എന്നൊരു പ്രയോഗമാണ് നമ്മൾ പൊതുവെ നടത്താറുള്ളത്. എന്താണ് ഈ മതഭൗതിക സമന്വയം എന്നതിൻ്റെ ഉദ്ദേശം? രണ്ടു തരം സർട്ടിഫിക്കറ്റുകളുടെ സംയോജനമാണ് പൊതുവെ നമ്മളങ്ങനെയാണ് ഉദ്ദേശിക്കാറുള്ളതെങ്കിൽ കൂടിയും ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ മതപരമായ അറിവ് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഒരു അറിവ് ഭൗതികമാകുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ വജ്ഹിനല്ലാതെ ഒരാൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതാണ് ഭൗതികമായ അറിവ്. നമ്മൾ ഭൗതികമായ അറിവായി കളിക്കുന്ന അക്കാദമിക വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇഹലോകത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞാനങ്ങളോ അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിയിട്ട് അടിസ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണെങ്കിൽ, ശില്പങ്ങളിലൂടെ ശില്പിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് മതപരമായ അറിവാണ്. അതേസമയം ഒരു വ്യക്തി വിശുദ്ധ ഖുർആനും ഹദീസും പോലും പഠിക്കുന്നത് ഐഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്വേച്ഛയുടെ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഒക്കെ വഴിയെ ഉയർന്നു പോകുവാനുള്ള ഉദ്ദേശത്തിനോ മറ്റോ വേണ്ടിയാണെങ്കിൽ അത് ഭൗതികമായ അറിവുമാണ്. അപ്പോൾ ഏത് അറിവാണെങ്കിലും അതിനെ മതപരമാക്കുന്നതും അതിനെ ഭൗതികമാക്കുന്നതും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് അറിവിൻ്റെ ഒരു ഘടനയെ സംബന്ധിച്ച്, ഇൽമിൻ്റെ ഒരു ഘടനയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. മഹത്തായ സമസ്ത ജമിഅത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഇസ്ലാമിനും അഹ്ലുസുന്ന വൽ ജമാഅത്തിനും ഈ മഹത്തായ പ്രസ്ഥാനത്തിനും സമൂഹത്തിനും വ്യക്തികൾക്കും മണ്ണിനും മനസ്സിനും അന്തരീക്ഷത്തിനും കുടുംബത്തിനും സർവതല സ്പർശിയായ നന്മ പ്രദാനിക്കുവാൻ കഴിയുന്ന അറിവേതാണോ ആ അറിവ് കാലോചിതമായി പാരമ്പര്യത്തിന്റെ ഫ്രെയിമിനകത്ത് വെച്ചുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് SNEC വിഭാവനം ചെയ്യുന്ന മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം. നമ്മൾ ഇങ്ങനെ അറിവ് ആർജിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാവേണ്ട ഒരു ബോധമുണ്ട്. പ്രൗഡ് ടു ബി എ മുതഅല്ലിം ആൻഡ് പ്രൗഡ് ടു ബി എ മുതഅല്ലിമ. ഒരു മുഅല്ലിമാകുന്നതിനുള്ള അഭിമാനബോധം, ഒരു മുതഅല്ലിമാകുന്നതിനുള്ള അഭിമാനബോധം, ഒരു മുതഅല്ലിമത്ത് ആകുന്നതിനുള്ള അഭിമാനബോധം. നാം അണിയുന്ന ഈ വെള്ളവസ്ത്രം, ഈ വെള്ളവസ്ത്രത്തിനൊരു സമൂഹത്തോട് കൈമാറുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ഈ സന്ദേശം? ഇത് എളിമയുടെ സന്ദേശമാണ്, ഇത് വിനയത്തിന്റെ സന്ദേശമാണ്, ഇത് ലാളിത്യത്തിന്റെ സന്ദേശമാണ്, ഇത് സുതാര്യതയുടെ സന്ദേശമാണ്. ആശുപത്രിയിലും മറ്റും പോയാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം, പച്ച വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ, ഡോക്ടർമാരാകട്ടെ നഴ്സുമാരാകട്ടെ പൊതുവെ ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ അത് ഒരു പ്രതീകാത്മകമായ നിറമാണ്. സ്വർഗത്തിലുള്ള വസ്ത്രത്തിന്റെ കളർ പറഞ്ഞിട്ടുണ്ടല്ലോ, പച്ച പട്ടാണെന്ന്. സ്വാഭാവികമായി ആ പ്രതീകാത്മകത പോലെ അറിവിന്റെ മേഖലയിൽ, ആത്മീയതയുടെ മേഖലയിൽ പരമ്പരാഗതമായി ഇത്തിബാഉ സുന്ന, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്നുള്ള നിലയിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന്റെ നിറം എന്നുള്ള നിലയിലാണ് സത്യസന്ധതയുടെയും സ്വകാര്യതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായി നാം വെള്ള വസ്ത്രം ധരിക്കുന്നത്. സ്വാഭാവികമായി ഈ വെള്ളയണിഞ്ഞ് ജീവിക്കുമ്പോൾ, ഇസ്ലാമിന്റെ ഷിആർ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൽ നമുക്കുണ്ടാവേണ്ടത് ഒരു അഭിമാന ബോധമാണ്. ഈ അഭിമാന ബോധം നമുക്കില്ലെങ്കിൽ ഏതുപോലെയാകുമെന്ന് ചോദിച്ചാൽ, പാത്രത്തിന്റെ മധുരം പായസത്തിന് അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്, സൂപ്പിന്റെ ടേസ്റ്റ് സ്പൂണിന് അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ നാം വഹിച്ചു നടക്കുന്ന ഈ മനോഹരമായ പ്രത്യയശാസ്ത്രത്തിന്റെയും ഈ സന്ദേശത്തിന്റെയും സന്തോഷത്തിന്റെയും മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. പൊതുവെ കറുത്ത നിറമുള്ള പർദ്ദയും മക്കനയും ഒക്കെയാണ് നമ്മുടെ സനാഇയ വിദ്യാർത്ഥിനികളുടെ വേഷം, അല്ലെങ്കിൽ മുതഅല്ലിമത്തിന്റെ വേഷം. സ്വാഭാവികമായി അതൊരു കരുത്തിന്റെ പ്രതീകമാണ്, അതൊരു പ്രതിരോധത്തിന്റെയും പ്രതീകമാണ്. ഈ നാം വഹിച്ചു നടക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് സ്വാഭാവികമായി
ഇത്തരം അടയാളങ്ങളെ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇത് പഴഞ്ചനാണ്, ഗോത്രകാല പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭാടനം ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സൗമ്യമായ നിശബ്ദമായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് നാം അണിയുന്ന മുണ്ടും കുപ്പായവും, നാം അണിയുന്ന ശിരോവസ്ത്രവും, നാം വെക്കുന്ന തൊപ്പിയും. അതിൽ പോലും ഒരു രാഷ്ട്രീയത്തിന്റെ, സൗമ്യ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധാനം കൂടിയുണ്ട്. സ്വാഭാവികമായി ആത്മീകമായ അർത്ഥമുള്ളതുപോലെ തന്നെ ഈ പാരമ്പര്യം നമ്മൾ എന്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ വഴി ഉറച്ചു നിൽക്കുന്നത്? കേരളീയ ഇസ്ലാമിനെ ഉണ്ടാക്കിയ പാരമ്പര്യം സൂഫി പാരമ്പര്യമാണ്, മദ്ഹബ് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. ഇവിടെ കലയാകട്ടെ, സാഹിത്യമാകട്ടെ, സാമൂഹികമാകട്ടെ, സാംസ്കാരിക രംഗമാകട്ടെ, ഇവിടെയുള്ള മുസ്ലിയാർ സ്പർശങ്ങളെ, മതപണ്ഡിതന്മാരുടെ സ്പർശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, ഉലമ ആക്ടിവിസത്തിന്റെ സ്വാധീനങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു കേരളീയ ഇസ്ലാമിനെ ഒരാൾക്കും രൂപപ്പെടുത്താനോ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കാനോ കഴിയില്ല. വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ ഷുജായി മൊയ്ത് മുസ്ലിയാരാണ് നമ്മുടെ മുമ്പിൽ നടന്നുപോയത്, ഉമർ അൽ ഖാദിയാണ് നമ്മുടെ മുമ്പിൽ നടന്നുപോയത്, കുഞ്ഞായിൻ മുസ്ലിയാരാണ് നമ്മുടെ മുമ്പിൽ നടന്നുപോയത്. കേവലം 3-4 മുസ്ലിയാർ പേരുകൾ മാത്രം ഞാൻ പരാമർശിക്കാൻ അവരെ ഉദ്ധരിച്ചതല്ല, കേവലം 3 പ്രതീകങ്ങൾ മാത്രം. ഷുജായി മൊയ്ത് മുസ്ലിയാരും ഉമർ ഖാദിയും കുഞ്ഞായിൻ മുസ്ലിയാരും റഹിമഹുമുല്ലാഹ്, അവരിലുണ്ടായിരുന്ന ആത്മീയത, അവരിലുണ്ടായിരുന്ന സാംസ്കാരികത, അവരിലുണ്ടായിരുന്ന കലാബോധം. ഷുജായി മൊയ്ത് മുസ്ലിയാർ ഫൈദുൽ ഫയ്യാദ് എന്നൊരു ഗ്രന്ഥം എഴുതി. ആദം അലൈഹിസ്സലാം മുതൽ അദ്ദേഹത്തിന്റെ കാലം വരെയുള്ള ലോക ചരിത്രം, എൻസൈക്ലോപീഡിയ. മലബാറുകാരനാണ്, ചാവക്കാട്ടുകാരനാണ്, പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. അദ്ദേഹം സഫലമാല എഴുതി. ആ സഫലമാലയിൽ നിന്നാണ് മലയാളത്തിലെ പല സാഹിത്യ കൃതികളും പോലും അതിന്റെ സ്വാധീനത്തിൽ നിന്നുണ്ടാവുന്നത്. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, ഗടികൾ കണക്കിന് ആയുസ്സിൻ തീർച്ച തേടുന്നു അവ നമ്മ മൺവീട്ടിലേക്ക്, തഞ്ചത്തിൽ നിന്ന് നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ഉത്സാരം ഓർത്തൊന്ന് നോക്കടാ മാട, ഉത്സാരം ഓർത്താൽ ഉറങ്ങാമ കാട, മുഖക്കൺ അടക്കൽ തുറക്കട്ട മാട, മൂടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ട് കാട എന്ന ഷുജായി മൊയ്ത് മുസ്ലിയാരുടെ കവിതയാണ് പിന്നീട് പൂന്താനം നമ്പൂതിരി പോലും ഒരുപക്ഷെ കാലലീലയിൽ കോർത്തത് എന്ന് മലയാള സാഹിത്യത്തിൽ നിരൂപണം വന്നിട്ടുണ്ട്. തലശ്ശേരിക്കാരനായ സേതാർ പള്ളിക്കാരനായ കുഞ്ഞായിൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കപ്പപ്പാട്ട് മനുഷ്യനെ കപ്പലിനോടും ജീവിതത്തെ കടലിനോടും അതിലുള്ള ശരീഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ, സദാചാര വിരുദ്ധമായ പ്രവണതകളെ അത് കടലിന്റെ ചുഴിയായും സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കപ്പൽപ്പാട്ട് എന്ന കപ്പപ്പാട്ട്, ആ കപ്പപ്പാട്ടിലേക്ക് ചേർത്തുകൊണ്ടാണ്, കപ്പൽ എന്നതിന്റെ അറബിയാണല്ലോ സഫീന, നമ്മുടെ നാട്ടിൽ ഈ കപ്പൽ പാട്ടുള്ള പുസ്തകത്തിന് സബീന എന്നൊരു പ്രയോഗം പോലും ഒരു പക്ഷേ മലപ്പുറം ഭാഗത്തൊക്കെ സജീവമായത്. ഫ്രഞ്ച് ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ട കപ്പൽ പാട്ടുകാരനായ കുഞ്ഞായിൻ മുസ്ലിയാർ. ഉമർ ഖാദി, ആരാണ് ഉമർ ഖാദി? അദ്ദേഹത്തിൽ കലയുണ്ടല്ലോ. തീവണ്ടി കാണാൻ പോയപ്പോ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അദ്ദേഹം താനൂരിൽ നിന്ന് ആദ്യമായി തീവണ്ടി കണ്ടു. താനൂര് പള്ളിയിലെ മുദരിസായ ഉമർ അൽ ഖാദി റഹിമഹുല്ലാഹ്. എന്നിട്ട് എന്റെ ദർസിൽ വന്നുകൊണ്ട് പാടിയത് റഅയ്തു ബിബരിൻ അംസി യാ സാഹി മർകബ യസീറു അലർ റൈജി യസീറു അലർ റൈലി യസീറു ബിലാ റിജ്ലിൻ അലർ റൈലി ഹാരിബ ബിസൗത്തിൻ ബികുകുകു വശീശി മാതുഹാൻ വഫീഹിൽ ഉനാസു വൽ മതാഉ അജായിബ. നമ്മൾ DPP പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കേട്ടത് കൂക്കു തീവണ്ടി, കൂകിപ്പായം തീവണ്ടി. ആ പുസ്തകം വരുന്നതിന്റെ 100 കൊല്ലം മുമ്പാണ്, അതിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഉമർ ഖാദി തീവണ്ടി കണ്ടുകൊണ്ട് പാടിയത് റഅയ്തു ബിബരിൻ അംസി. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു വണ്ടി കണ്ടു റെയിലിൽ. യസാഹി, പ്രിയപ്പെട്ട കൂട്ടുകാര, മർക്കബൻ, അതിശയകരമായൊരു വണ്ടി. ആ വണ്ടിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? യസീറു ബിലാ റിജ്ലിൻ, കാലില്ലാതെ ഓടുകയാണ്. അലർ റൈലി, റെയിലുമേലിലൂടെ ഹാരിബൻ, എന്തൊരോട്ടമാണെന്ന് ഓടുന്നത്. ഫീഹിൽ ഉനാസു, അതിൽ ആളുകളുമുണ്ട്. വൽ മതാഉ, ചരക്കുകളുമുണ്ട്. അജായിബ, അതർപ്പമല്ലേ അത്ഭുതം എന്ന് ഉമർ ഖാദി ഓടുന്നത് എങ്ങനെയാണ്? ബിസൗത്തിൻ ബികുകുകു, കൂക്കു എന്ന ശബ്ദത്തോടു കൂടെയാണ്, വശീശി എന്ന ശബ്ദത്തോടു കൂടെയാണ്. ഇതേ ഉമർ ഖാദി റൗദയിൽ പോയപ്പോഴോ അവിടെ നിന്ന് റൗദയിൽ അദ്ദേഹത്തിന് സാന്ദർഭികമായി റൗദയുടെ വാതിൽ തുറന്നു കൊടുക്കാത്തൊരവസ്ഥ വന്നപ്പോ അദ്ദേഹം പാട്ടുപാടി ആ കാരിരുമ്പിനെ പിളർത്തിയതും ചരിത്രമാണ്, സ്വാഭാവികമാണ്. അപ്പോ
ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് അറിവിന്റെ മേഖലയിലുള്ള നമ്മുടെ മുൻഗാമികളുടെ ഉത്സാഹം മാത്രമല്ല, ഇവരുടെ അടയാളങ്ങളെയും ഇവരെ സ്പർശങ്ങളെയും കേരളത്തിൽ പൂന്താനം നമ്പൂതിരിയെ ഓർക്കുന്നുവെങ്കിൽ ഷുജായി മൊയ്ത് മുസ്ലിയാരെ ഓർത്തേ പറ്റൂ. കേരളത്തിൽ എഴുത്തച്ഛനെ ഓർക്കുന്നുവെങ്കിൽ ഖാദി മുഹമ്മദിനെ ഓർത്തേ പറ്റൂ. ഖാദി മുഹമ്മദ് മുഹീദ്ദീൻ എഴുതിയ ആളാണ്. അതേ ഖാദി മുഹമ്മദ് യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യദഉ ലിസാമിരി, കോഴിക്കോട്ടെ സാമൂതിരിക്ക് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഫത്വ കൊടുത്ത ആളാണ്. കാരണം വസാമിരി മഅ കുഫ്രിഹി ലി ദീനിന, സാമൂതിരി ചക്രവർത്തി അദ്ദേഹം ഒരുപക്ഷെ അമുസ്ലിം ആയിരിക്കാം, പക്ഷേ അദ്ദേഹം ദീനിന, നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഹാറബഹും, ഈ പോർച്ചുഗീസുകാരുടെ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. ട്രഷറിയിൽ നിന്ന് ഒരുപാട് സ്വത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നീക്കം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫത്വ കൊടുക്കുന്നു. യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യദഉ ലിസാമിരി. ദേശീയ ബോധമുണ്ട്, പൗരബോധമുണ്ട്. അദ്ദേഹം ഒരു സമൂഹത്തെ വായിച്ച മനുഷ്യനാണ്, മതസൗഹൃദത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യനാണ്, മാനവികതയുടെ മനുഷ്യനാണ്. അതേ മനുഷ്യൻ തന്നെയാണ് മുഹീദ്ദീൻ എഴുതുന്നത്. ഈ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. അത് കേവലം പണ്ഡിതന്മാരുടെ മാത്രം പാരമ്പര്യമല്ല, പണ്ഡിതകളുടെ കൂടി, പണ്ഡിത സമൂഹത്തിന്റെ കൂടി പാരമ്പര്യം അതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പറ്റിയുള്ള വലിയൊരു ആക്ഷേപം എന്താ? അത് ഇംഗ്ലീഷ് ഭാഷയെ എതിർത്തിട്ടുണ്ട്. സാമാന്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടല്ലോ. സമസ്ത എതിർത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നാം ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്നത് പോലെ പഴയ കാലത്തുള്ള ഒരു പ്രയോഗമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ മുന്നോട്ട് കൊണ്ടുവച്ച മെക്കാളോ വിഭാവനം ചെയ്തിട്ടുള്ള ഔദ്യോഗികമായ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഇന്ത്യൻ ദേശീയതയുടെ എതിരായി വരുന്ന, ബ്രിട്ടീഷുകാരുടെ ദാസ്യം സ്വീകരിക്കേണ്ടി വരുന്ന, കൊളോണിയൽ വിദ്യാഭ്യാസത്തോടെ വിധേയത്വം ഉണ്ടാകുന്ന ഒരു സമൂഹമായി മാറും. സ്വാഭാവികമായി മെക്കാളോ ആ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കാഴ്ചയിൽ ഇന്ത്യക്കാരനെ പോലെയും മനസ്സുകൊണ്ട് ഇംഗ്ലീഷുകാരനെ പോലെയുമുള്ള ഒരു പൗര സമൂഹത്തെയാണ് നാം ഈ വിദ്യാഭ്യാസം വഴി നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ, പാഠശാലകളിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അത് കാലത്തെ തിരിച്ചറിഞ്ഞ ക്രാന്തദർശികളായ നമ്മുടെ ഉലമാ എന്ന് പലരും പറഞ്ഞു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷുകാരെ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ പ്രവാചകന്റെ ഹദീസ് ഉണ്ടല്ലോ, മൻ ആമിനലോ ഖൗമിൻ, ഏതെങ്കിലും ഒരു ജനതയുടെ ഭാഷ ആരെങ്കിലും അഭ്യസിച്ചാൽ അമിന ശിറാറഹും, അവരെ പിന്നെ ഭയപ്പെടേണ്ടതില്ലല്ലോ. സമസ്ത മുഷാവറയിൽ തന്നെ മലയാളം പോലെ ഇംഗ്ലീഷ് അറിഞ്ഞിരുന്ന, മലയാളം പോലെ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന, ഇംഗ്ലീഷ് പത്രം വായിച്ചിരുന്ന, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്ന എത്രയോ മുഷാവറ അംഗങ്ങളുണ്ടായിരുന്നു. ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായി അതേപോലെ വനിതാ വിദ്യാഭ്യാസത്തെ എതിർത്തു. അറിവുണ്ടാവുക എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് എന്നുമുള്ള ഒരു പാരമ്പര്യമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന രീതിയിൽ ഔദ്യോഗികമായി ബ്രിട്ടീഷ് വിദ്യാഭ്യാസം സ്ത്രീകൾ നേടേണ്ടതില്ല. അതേസമയം നോക്കൂ, സമസ്തയിൽ തന്നെ പെട്ട നമ്മളെല്ലാം പലയൊരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അമ്മോശൻ തട്ടാങ്കണ്ടി കോയാമ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹുമ, അദ്ദേഹത്തിന്റെ മകളായിരുന്ന ഖദീജ ബീവി, ആ ഖദീജ എന്ന് പറയുന്ന ഈ പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ആ സനായിയ നമ്മുടെ അഭിമാന പ്രസ്ഥാനമാണല്ലോ. അതിന്റെ മുമ്പേ നടന്ന സ്ത്രീ മാതൃകയാണ്, മഹിളാ രത്നമാണ് ഈ പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പത്നിയായ തട്ടാങ്കര കോയാമ മുസ്ലിയാരുടെ മകളായ ഖദീജ എന്ന് പറയുന്ന സഹോദരി. മഹല്ലി ദർസ് നടത്തിയിരുന്നു, ഫതുഹുൽ മുഈൻ ദർസ് നടത്തിയിരുന്നു. കേവലം ഒരു പെണ്ണിന്റെ കഥ മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 2200ഓളം ഹദീസുകൾ നിവേദനം ചെയ്ത സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ, അക്ഷരാഭ്യാസം ഉണ്ടായിരുന്ന പ്രവാചക പത്നിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഹഫ്സയുടെ കൈയക്ഷരം നന്നാക്കാൻ വേണ്ടി ഷിഫ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു സഹാബി വനിതയെ പ്രവാചകൻ പ്രത്യേകം നിയമിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന ഉമ്മു സലീം ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം മദീനയിലെ മസ്ജിദ് നബവിയുടെ സമീപം ഒരു ആശുപത്രി കെട്ടിയിരുന്നു പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം. ആരായിരുന്നു? ഡോക്ടർ സയ്യിദ റുഫൈദ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് പരിക്കേറ്റപ്പോൾ, അദ്ദേഹത്തിന്റെ കണ്ണിന് പരിക്കേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബേജാറാകേണ്ട സഅദ്, നാം മദീനയിലേക്ക് പോയാൽ റുഫൈദയെ പോയി കണ്ടാൽ മതി. റുഫൈദയുടെ ചികിത്സ സ്വീകരിച്ചുകൊണ്ട് ആ സ്വഹാബിയുടെ കണ്ണിന്റെ രോഗം ശിഫയായി എന്നുള്ളതാണ് ചരിത്രം. നാം നമ്മുടെ വിദ്യാഭ്യാസ മൻഹജിന്റെ ഭാഗമായി പഠിക്കുന്ന തുഹ്ഫത്തുൽ മുഹ്താജ്, അതിലെന്തേ പറയുന്നത്? ഫർദ് കിഫായ പഠിപ്പിക്കുന്ന അധ്യായത്തിൽ കാണുവാൻ കഴിയും മുസ്ലിം സമുദായത്തിന്റെ
സാമുദായിക ബാധ്യതയാണ്. അവിടെ 40 വീടുകൾ കൂടുമ്പോൾ അതല്ലേ അതിന്റെ താരീഫ്. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു മുഹല്ല എന്ന് പറയുന്നത് 4 ഭാഗത്തേക്ക് 40 വീടുകളാണ്. സ്വാഭാവികമായി ഒരു 10, 100, 150, 160 വീടുകൾ കൂടുമ്പോൾ അതിൽ ഒരു മുമരിദത്ത് ഉണ്ടാകൽ എന്ന് പറഞ്ഞാൽ ഒരു വനിതാ ഡോക്ടറോ ഒരു നഴ്സോ ഉണ്ടാകൽ മുസ്ലിം സമുദായത്തിന്റെ നിർബന്ധ ബാധ്യതയാണ്. തഫ്സീറുകൾ പഠിച്ചിരുന്ന, ഹദീസുകൾ നിവേദനം ചെയ്തിരുന്ന ഇന്ത്യയുടെ പാരമ്പര്യവും അത് തന്നെ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. സനായികൾക്ക് വേണ്ടി കൂടി 2 വാക്ക്. ഇന്ത്യയിലെ വലിയ താജ്മഹൽ, ഷാജഹാന്റെ താജ്മഹൽ, ഷാജഹാന്റെ പത്നിയായിരുന്ന നൂറ ബീഗം, ആ നൂറ ബീഗം ചിശ്തി തരീഖത്തിനെ പറ്റി പാണ്ഡ്യങ്ങളുടെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആത്മീകമായി വലിയ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ത്വരീഖത്തിനെ സംബന്ധിച്ച് ഔറംഗസീബിന്റെ പുത്രി സീനത്ത് ബീഗം, സീനത്തെ തഫ്സീർ എന്ന് പറയുന്ന പാണ്ഡ്യങ്ങളുടെ തഫ്സീർ ആ മഹദി എഴുതിയിട്ടുണ്ട്. ഇന്നും ലോകത്തെ നാം നിരീക്ഷിക്കുകയാണെങ്കിൽ യമനിലുള്ള ഷെയ്ഖ് ഉമർ ഹാഫിസ്, അദ്ദേഹത്തിന്റെ ഭാര്യ നിയന്ത്രിക്കുന്ന ദാറുർ സഹറ ഫാത്തിമ ബീവിയുടെ പേരിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വനിതാ മുസ്ലിം സർവകലാശാല, അമേരിക്കയിൽ സ്ത്രീകൾ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന റബാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം അഹ്ലു സുന്നയുടെ മൻഹജിന്റെ അകത്ത് വെച്ചുകൊണ്ട്, സൂഫി മദ്ഹബ് സ്ട്രീമിന്റെ അകത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ് റബാത്ത. കാനഡയിലെ ഒട്ടോവയിലുള്ള റോധ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ പ്രധാനപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഷെയ്ഖ് മുഹമ്മദ് അൽ യാക്കോബ് എന്ന് പറയുന്ന വലിയൊരു ഷെയ്ഖിന്റെ മുരീദത്തായിട്ടുള്ള ഒരു സഹോദരിയാണ്. ലോകത്തിന്റെ പല ഭാഗത്തും നാം ഇന്ന് ഖിബില നോക്കുവാനും നിസ്കാരത്തിന്റെ സമയം നോക്കുവാനും ഇന്റർനെറ്റ് അവലംബിക്കുകയാണെങ്കിൽ ഖിബില.com എന്ന് പറയുന്നൊരു സൈറ്റ് കാണും. അതിൽ നമ്മൾ നമ്മുടെ നാട്ടിന്റെ ലാംഗ്വേജോടും ലാജിക്കോടും അടിച്ചു കൊടുത്താൽ ഖിബിലയുടെ ഡയറക്ഷൻ കറക്റ്റ് നമുക്ക് അത് ഇങ്ങോട്ട് കിട്ടിത്തരും. വളരെ ശാസ്ത്രീയമായ ഒരു വെബ്സൈറ്റ് ആണ് ഖിബില.com. ആ ഖിബില.com എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് നിയന്ത്രിക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള ഒരു സഹോദരിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിനെ മനോഹരമായി നിർവഹിക്കുന്ന, വൃത്തങ്ങളും ഫ്രെയിമുകളും തകർക്കാതെ നിർവഹിക്കുന്ന അസംഖ്യം പ്രൊഫൈലുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, അല്പസ്വല്പം ഈ മേഖലയിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ പാരമ്പര്യത്തിലും ആ വഴിയിലുമാണ് നമ്മുടെ മഹത്തായ വിദ്യാഭ്യാസ സംവിധാനമുള്ളത്, ഈ സനായി സംവിധാനമുള്ളത്, ഈ സനായിയ സംവിധാനമുള്ളത്. ആ സംവിധാനത്തിന്റെ കൂടെ ഇവിടെ ബിരുദം വാങ്ങുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ബിരുദം വാങ്ങുവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ദർശനമാണ്, ഈ തത്വമാണ്, സമസ്തയുടെ ഈ ഫിലോസഫിയാണ് നിങ്ങൾ ശിരസാവഹിക്കേണ്ടത്. ഗുരുനാഥന്മാരെ ആദരിച്ച്, മൺമറഞ്ഞു പോയവരെ ബഹുമാനിച്ച്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഓരം പറ്റി ചേർന്നുകൊണ്ട് നാം ഈ ശിക്ഷണം, ഈ അച്ചടക്കമുള്ള ഈ ശിക്ഷണം നാം സ്വയം ഭരിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.